ഓട്ടോക്യാഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത് ഓട്ടോഡെസ്ക് എന്ന കമ്പനിയാണ്. 1982 ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഹയർ വേർഷൻ എന്ന് പറയുന്നത് 2021 ആണ്. ഇപ്പോൾ 20 പകുതി ആയിട്ടുള്ള 21 റിലീസ് ചെയ്തു. അതായത് ഒരു വർഷം പകുതിയാകുമ്പോൾ അടുത്ത വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ടാകും. ഓക്കെ, ഓട്ടോഡെസ്കിന്റെ എല്ലാ സോഫ്റ്റ്വെയർസും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും 2017 വേർഷനുള്ള ഓട്ടോക്യാഡാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ 2020 വരെ വന്നിട്ടുണ്ട്, 21 വരെ വന്നിട്ടുണ്ട്. വളരെ കുറേ ഡിഫറൻസും വന്നിട്ടുണ്ട്, അത് മുന്നോട്ട് ഞാൻ പറയാം. ഇപ്പോൾ മെയിനായിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. വേറൊരു കേസ് പറയാനുള്ളത്, ഓട്ടോക്യാഡ് ആർക്കൊക്കെ എവിടെയാണ് യൂസ് ചെയ്യുന്നത്. ഓട്ടോക്യാഡ് സിവിൽ ആർ യൂസ് ചെയ്യാറുണ്ട്, മെക്കാനിക്കൽ ആർ യൂസ് ചെയ്യാറുണ്ട്, ഇലക്ട്രിക്കൽ ആർ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ സോഫ്റ്റ്വെയർ സെയിം തന്നെയാണ്. പക്ഷെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആണ്. സിവിൽ ആർ പ്ലാൻ വരയ്ക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, ഇലക്ട്രിക്കൽ ആകുമ്പോഴത്തേക്കും ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു, അങ്ങനെ ചെയ്തു പോകുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇന്റർഫേസ് ഇങ്ങനെ വന്നിട്ടുണ്ട് അല്ലേ. ഇതിലെ സ്റ്റാർട്ട് ഡ്രോയിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സ്റ്റാർട്ട് ഡ്രോയിങ് മീൻസ് ഒരു ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ട് താഴെയായിട്ട് ഒരു ഓപ്ഷൻ കണ്ടോ, ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഡ്രോയിങ് സബ്മിറ്റ് ചെയ്യും, സൈറ്റിലോട്ട് പോകാൻ വേണ്ടി സബ്മിറ്റ് ചെയ്യും. അപ്പോൾ അതിന് കുറേ ഡീറ്റെയിൽസ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതെല്ലാം കൂടെ കവർ ചെയ്യുന്ന ഷീറ്റ് ഞാൻ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പഠിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ടെംപ്ലേറ്റ്സിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ACAD എന്നുള്ള ടെംപ്ലേറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു. അതിന്റെ എക്സ്റ്റൻഷൻ ഫയൽ എന്ന് പറയുന്നത് DWT ആണ് എക്സ്റ്റൻഷൻ ഫയൽ. ഓക്കെ, ക്ലിക്ക് ചെയ്തു, ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വന്നിട്ടുണ്ട്. ഇതിനെ ഫുള്ളായിട്ട് ക്യാൻവാസ് എന്നാണ് പറയുന്നത്. ഈ കോളംസ് കണ്ടോ, ഇതിനെ ഗ്രിഡ്സ് എന്ന് പറയും. മുന്നോട്ടാക്കുമ്പോൾ സൂമിനും, മൗസിന് സ്ക്രോൾ ബട്ടൺ മുന്നോട്ടാക്കുമ്പോൾ സൂമിനും, പിറകിലോട്ടാക്കുമ്പോൾ സൂം ഔട്ടുമായിട്ട് കിട്ടും. ഈ സംഗതി ഉണ്ടോ, XY ആക്സിസ്, അതിനെ UCS ഐക്കൺ എന്നാണ് പറയുന്നത്. UCS ഐക്കൺ, അതായത് യൂസർ കോർഡിനേറ്റ് സിസ്റ്റം ഐക്കൺ എന്ന് പറയും. ഇത് കമാൻഡ് ബോക്സ് എന്ന് പറയും. കമാൻഡ് ബോക്സ് മേ ബി ഞാൻ ക്ലോസ് ചെയ്ത് കളയുകയാണെങ്കിൽ അത് കാണില്ല. അത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക, Ctrl+9 കൊടുക്കുക, അത് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇതിനെ ആപ്ലിക്കേഷൻ എന്ന് പറയും. ആപ്ലിക്കേഷൻ മെയിനിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കിടപ്പുണ്ട്. ഫസ്റ്റ് ന്യൂ എന്ന് പറയുന്നത് പുതിയ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും, ഓപ്പൺ എന്ന് പറയുന്നത് നമ്മൾ സേവ് ചെയ്തിട്ട് ഡ്രോയിങ്സ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് സേവ് എന്ന് പറയുന്നത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, സേവ് ആസ്, വേറൊരു പാത്തിലോട്ട് സേവ് ചെയ്യാൻ വേണ്ടി സേവ് ആസ് ഉപയോഗിക്കുന്നു. ഇതിനെ സ്റ്റാറ്റസ് ബാർ എന്ന് പറയും. താഴത്തെ ഓപ്ഷൻസ് എല്ലാം കൂടി സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ഇൻട്രോയിൽ പറയാനുള്ള കേസസ് എന്ന് പറയുന്നത്. വേറെ ഒന്നുകൂടെ പറയാനുണ്ട്. ഡ്രാഫ്റ്റ് ഞാൻ അനോട്ടേഷൻ ഓപ്ഷൻ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് മാറ്റി കൊടുക്കാം. വർക്ക് സ്പേസ് എന്നാണ് പറയുന്നത്. അപ്പോൾ വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ക്ലാസിക് ആണെങ്കിൽ ക്ലാസിക് ആക്കി കൊടുക്കാം, എന്ത് വേണമെങ്കിലും ആക്കി കൊടുക്കാം. അതിനുശേഷമായിട്ട് നമുക്ക് ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യൂണിറ്റിന്റെ ആവശ്യമുണ്ട്. അതിനുവേണ്ടി UN എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക, അല്ലെങ്കിൽ സ്പേസ് ചെയ്യുക. രണ്ടും സെയിം ഫംഗ്ഷൻ തന്നെയാണ്. ഞാൻ ഇപ്പോൾ എൻ്റർ എന്ന് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് വന്നിട്ടുണ്ട്. അതിൽ പ്രിസിഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതായത് പോയിന്റ് വാല്യൂസ് വേണ്ടതെന്നുള്ളതാണ്. 0 പൊസിഷൻ കൊടുത്തു. ഇതിന് ഏത് യൂണിറ്റ് നമുക്ക് ആവശ്യമുള്ള, മില്ലിമീറ്റർ ആണെങ്കിൽ മില്ലിമീറ്റർ കൊടുക്കുക, മില്ലിമീറ്റർ എടുത്തു, ഓക്കെ എടുത്തു. ഇപ്പോൾ എനിക്ക് ഇനി അടുത്ത വേണ്ടത് ഒരു ലിമിറ്റ് വേണം. ഈ പേപ്പറിൽ A4 സൈസ് എത്രയാണെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ലിമിറ്റ് വേണം. അതിനുവേണ്ടി LIMI എന്ന് ടൈപ്പ് ചെയ്യുക, ലിമിറ്റ്സ് കൊടുത്ത് എൻ്റർ ചെയ്തു. അപ്പോൾ താഴെ ഓപ്ഷൻ ചോദിക്കുന്നുണ്ടാവും. സ്പെസിഫൈ ലെഫ്റ്റ് ലോവർ കോർണർ എന്ന ഓപ്ഷൻ ഉണ്ട്. സ്റ്റാർട്ടിംഗ് വാല്യൂ 0 കൊടുത്തു, ദെൻ കോമ കൊടുക്കുക, എൻഡിങ് വാല്യൂ 0 കൊടുത്ത് എൻ്റർ ചെയ്തു. Xും Y ആണ് ചോദിക്കുന്നത്. സ്റ്റാർട്ടിങ്ങും അതായത് X വാല്യൂ കോമ Y വാല്യൂ 0,0 കൊടുത്ത് എൻ്റർ ചെയ്തു. ഇതിന്റെ റൈറ്റ് അപ്പർ കോർണർ, അതായത് മുകളിലത്തെ വാല്യൂസ് എത്രയാണെന്ന്. A4ന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 210,297 ആണ്. 210,297 കൊടുത്തു എൻ്റർ ചെയ്തു. പക്ഷെ അപ്പൊ ലിമിറ്റ് വാല്യൂസ് കൊടുത്തു, ലിമിറ്റ് ഓൺ ആക്കിയിട്ടില്ല. അപ്പോൾ ഓൺ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ലാസ്റ്റ് വർക്ക് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സ്പേസ് അല്ലെങ്കിൽ എൻ്റർ ചെയ്താൽ മതി. ലാസ്റ്റ് വർക്ക് എന്താണോ അത് റിപ്പീറ്റ് ആയിട്ടുണ്ട്. അതിനകത്ത് ഓൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഓൺ ചെയ്തു, എന്നിട്ടും ഡിഫറൻസ് ഒന്നുമില്ല. ഇപ്പൊ ലിമിറ്റ് ഓൺ ആയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇതിൽ ലിമിറ്റുള്ള പോർഷൻ മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ DS എന്ന് ടൈപ്പ് ചെയ്യുക. DS മീൻസ് ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ്സ് എന്നാണ്. അതെന്താണ് നമ്മൾ മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ പറയാം. അതിനകത്തായിട്ട് സ്നാപ്പ് ആൻഡ് ഗ്രിഡ് എന്ന ഓപ്ഷനിൽ പോവുക. അതിൽ ഡിസ്പ്ലേ ഗ്രിഡ് ബിയോണ്ട് ദി ലിമിറ്റ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതങ്ങ് ഓഫ് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇപ്പോൾ കുറേ പോർഷനിലെ ഗ്രിഡ് കട്ടായി പോയിട്ടുണ്ട്. സൂം ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടോ, ഇപ്പോൾ A4 പേപ്പർ നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്താണ് നമ്മൾ ഡ്രോയിങ്സ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റിൽ
ടൂൾ എന്ന് പറയുന്നത് ലൈൻ എന്ന് പറഞ്ഞ ടൂളുണ്ട്. ലൈൻ ഷോർട്ട് കീ എന്ന് പറയുന്നത് എൽ എൻ്റർ എന്നാണ്. ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ താഴെ നോക്കിയേ അണ്ടു എന്ന് പറഞ്ഞ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഞാൻ തേർഡ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ കണ്ടോ ക്ലോസ് എന്ന് പറഞ്ഞാൽ അധികമായിട്ട് ഓപ്ഷൻ ഉണ്ട്. ക്ലോസ് ക്ലിക്ക് ചെയ്ത് നോക്കിയേ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയിട്ടുണ്ടാവും. ഇനി ലാസ്റ്റ് വർക്ക് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടെ എൻ്റർ ചെയ്താൽ മതി. എൻ്റർ ചെയ്തു, ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. ഇങ്ങോട്ട് ഡിസ്റ്റൻസ് എനിക്കറിയാം 10 ഇങ്ങോട്ടുള്ള, അല്ലെങ്കിൽ 50 ഡിസ്റ്റൻസ്. ഈ ഡയറക്ഷൻ വെച്ചു 50 ലെങ്ത് ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. ഈ ഡയറക്ഷൻ വെച്ചു 50 ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. ഓക്കെ, ക്ലോസ് ചെയ്യണമെങ്കിൽ സി എൻ്റർ അടിച്ച് എൻ്റർ ചെയ്യുക, സി ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക, ക്ലോസ് ആയിട്ടുണ്ടാവും. ലാസ്റ്റ് വർക്ക് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടെ എൻ്റർ ചെയ്തു. ഒന്നും കൂടെ എൻ്റർ ചെയ്യണമെങ്കിൽ നിർത്തിയ ഭാഗത്തു നിന്ന് ലൈൻ സ്റ്റാർട്ട് ആകും. ഓക്കെ, ഇപ്പോൾ ഇത് വേണ്ടാതെ ലൈൻ നമുക്ക് നിർത്തണം. അങ്ങനെയെങ്കിൽ എസ്കേപ്പ് ചെയ്താൽ ആ ടൂളം മാറിയിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ലൈനിൽ തന്നെ അടുത്ത ഓപ്ഷൻ നമുക്ക് സ്ട്രൈറ്റ് ലൈനാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പോയിന്റിലേക്ക് സ്ട്രൈറ്റ് ലൈൻ വേണമെങ്കിൽ ഇവിടെ ഓർത്തോ എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്. കണ്ടോ, സിമ്പിൾ ഓർത്തോ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാവും. അത് ഷോർട്ട് കീ എന്ന് പറഞ്ഞ F8 ആണ്. ഓർത്തോ ഓൺ ചെയ്തു. ഇനി കണ്ടോ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ലൈൻസ് ആണ് നമുക്ക് മേക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇങ്ങോട്ട് 10 കൊടുത്തു, എൻ്റർ ചെയ്തു. താഴോട്ട് 10 കൊടുത്തു, എൻ്റർ ചെയ്തു. ഇങ്ങോട്ട് 10 കൊടുത്തു, എൻ്റർ ചെയ്ത് ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ മുകളിലത്തെ പോയിന്റിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യാം. കഴിഞ്ഞെങ്കിൽ എസ്കേപ്പ് ചെയ്യുക. ഓക്കെ, അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് പോളി ലൈൻ എന്ന ഓപ്ഷൻ ഉണ്ട്. പോളി ലൈൻസ് മീൻസ് അതിന് ഷോർട്ട് കീ എന്ന് പറയുന്നത് PL എന്നാണ്. പോളി ലൈൻ ഉപയോഗിച്ചിട്ട് ഞാൻ ഇപ്പം ഇത് ഫിഗർ ചെയ്തു. ഇത് ലൈൻ ഉപയോഗിച്ച ഫിഗറും ഇത് പോളി ലൈൻ ഉപയോഗിച്ച ഫിഗറും ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷെങ്കിൽ ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കി ലൈനിലാകുമ്പോൾ 1 by 1 ആണ് സെലക്ട് ആവുന്നത്. പോളി ലൈൻ ആകുമ്പോൾ ഫുള്ളാണ് സെലക്ട് ആവുന്നത്. അതായത് പോളി ലൈൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ലൈനാണ്. അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഫുള്ള് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക. അപ്പോൾ സെലക്ട് ചെയ്യുന്ന 2 മെത്തേഡ്സ് ഉണ്ട്. ലെഫ്റ്റ് ടു റൈറ്റും സെലക്ട് ചെയ്യാം, റൈറ്റ് ടു ലെഫ്റ്റും സെലക്ട് ചെയ്യാം. ഓക്കെ, ലെഫ്റ്റ് ടു റൈറ്റും സെലക്ട് ചെയ്യാം, റൈറ്റ് ടു ലെഫ്റ്റും സെലക്ട് ചെയ്യാം. ഡിഫറൻസ് എന്ന് പറയുന്നത് റൈറ്റ് ടു ലെഫ്റ്റ് ആകുമ്പോൾ ടച്ച് ചെയ്താൽ മതി സെലക്ഷൻ ആയിട്ടുണ്ടാകുന്നുണ്ടോ. ലെഫ്റ്റ് ടു റൈറ്റ് ആകുമ്പോഴത്തേക്കോ സെലക്ഷൻ ആവുന്നുണ്ടോ. ആ ടച്ച് ചെയ്ത പോർഷൻ ഫുള്ളായിട്ട് കവർ ചെയ്ത പോർഷൻ മാത്രമേ സെലക്ഷൻ ആവത്തുള്ളൂ. കണ്ടോ, ക്ലിയർ. ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക. പോളിലൈൻ വീണ്ടും എടുത്തു, ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ താഴെ ഇവിടെ വേറെ സബ് ഡിവിഷൻസ് ഉണ്ട്. ഫസ്റ്റ് ആർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു. ആർക്ക് എടുത്ത് നോക്കി, എനിക്ക് ആർക്ക് ഫോംസ് ആവും കിട്ടുന്നത്. ക്ലിയർ. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തു, ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. ഹാഫ് വിഡ്ത്ത് എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. അതായത് വീതി എത്ര വേണം എന്നുള്ളതാണ്. പകുതി വീതി ഹാഫ് വിഡ്ത്ത് ക്ലിക്ക് ചെയ്തു. സ്റ്റാർട്ടിംഗ് വിഡ്ത്ത് ഞാൻ 0 എടുത്തു, എൻ്റർ ചെയ്ത്. എൻഡിങ് 2 കൊടുത്തു, എൻ്റർ ചെയ്തു. കണ്ടോ, അവിടെ വീതി വന്നിട്ടില്ലേ. അതിൻ്റെ പകുതി വീതി എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇനി അങ്ങോട്ട് 2 വീതിയിലാവും ലൈൻസ് പോകുന്നത്. ക്ലിയർ. വീണ്ടും പോളി ലൈൻ എടുത്തു, ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വീതി കാണിക്കുന്നുണ്ട്. ആ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാഫ് വിഡ്ത്തിൽ പോയിട്ട് സ്റ്റാർട്ടിങ് 0 എടുത്ത് എൻ്റർ ചെയ്ത്, എൻഡിങ് 0 എടുത്ത് എൻ്റർ ചെയ്തു. ക്ലിയർ. പോളി ലൈനിൽ ഒരു അടുത്ത പോയിന്റ് ക്ലിക്ക് ചെയ്തു. പിറകിലോട്ട് പോകണമെങ്കിൽ അണ്ടു എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, പിറകിലോട്ട് പോകാൻ സാധിക്കും. കഴിഞ്ഞെങ്കിൽ എസ്കേപ്പ് ചെയ്യുക. അടുത്തതായിട്ട് സർക്കിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സർക്കിളിൽ ഒരുപാട് മെത്തേഡ്സ് കിടപ്പുണ്ട്. സെൻറ്റർ റേഡിയസ്, സെൻറ്റർ ഡയമീറ്റർ, 2 പോയിന്റ്, 3 പോയിന്റ്, ടാൻ റേഡിയസ്, ടാൻ ഇത്ര ഓപ്ഷൻസാണ് കിടക്കുന്നത്. ഫസ്റ്റില് സർക്കിളിന്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് C എൻ്റർ എന്നാണ്. സർക്കിൾ എടുത്തു, ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. റേഡിയസിന്റെ വാല്യൂ എത്രയാണോ വേണ്ടുന്നത് 10 കൊടുത്തു കഴിഞ്ഞാൽ 10 റേഡിയസിലുള്ള സർക്കിൾ ആയിട്ടുണ്ട്. അടുത്ത സെൻറ്റർ ഡയമീറ്റർ മെത്തേഡാണ്. എനിക്കറിയാവുന്ന ഡയമീറ്റർ ആണെങ്കിൽ സെൻറ്റർ പോയിന്റ് ക്ലിക്ക് ചെയ്തു, ഡയമീറ്റർ വാല്യൂ 20 കൊടുത്തു, എൻ്റർ ചെയ്തു. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് 2 പോയിന്റ്സ്. ഇനി 2 പോയിന്റ്സ് അറിയാം. ആ പോയിന്റ്സിന് ഇടയ്ക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ സർക്കിൾ മേക്ക് ആവുന്നുണ്ടാവും. ഓക്കെ. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് 3 പോയിന്റ്സ്. 3 പോയിന്റ്സ് ക്ലിക്ക് കൊടുക്കുക. ഫസ്റ്റ്, സെക്കൻഡ്, ദെൻ തേർഡ്. 3 പോയിന്റ്സ് ക്ലിക്ക് ചെയ്തു. ക്ലിയർ ആയില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ട്രയാങ്കിൾ മേക്ക് ചെയ്യാം. ഓർത്ത് ഓഫ് ചെയ്തു. ത്രീ പോയിന്റ് എടുത്ത് ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക്, സെക്കൻഡ് പോയിന്റ്, ദെൻ തേർഡ് പോയിന്റ്. ആ 3 പോയിന്റ് ടച്ച് ചെയ്തിട്ടുണ്ടാവും. ക്ലിയർ. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ടാൻ റേഡിയസ്. 2 ടാൻജന്റും ഒരു റേഡിയസ്.
ഫസ്റ്റ് ടാൻജൻറ്റ്, സെക്കൻഡ് ടാൻജൻറ്റ്, റേഡിയസിൻ്റെ വാല്യൂ വന്നിട്ട് 15 കൊടുത്തു, സർക്കിൾ മേക്ക് ആയിട്ടുണ്ട്. അതുപോലെ ടാൻ 3 ടാൻജൻറ്റ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, സർക്കിൾ മേക്ക് ആയിട്ടുണ്ട്. ക്ലിയർ? ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക.